ഞാനിവിടെ സ്കൂളിൻ്റെ അടുത്തുള്ള തന്നെ നമ്മളറിയണ ടീച്ചർമാരാണല്ലോ ഇതൊക്കെ. ഫുള്ള് അറിയുന്ന ടീച്ചർമാരാണ്. ഇവിടെ അടുത്തുള്ള 2-3 ആളുണ്ട്. പിന്നെ അജിത ടീച്ചർ, സാജിത ഇവിടെ ചോറ് വെക്കണ ഒരാളാണ്. അതിൻ്റെ മകനുണ്ട്. പിന്നെ സൂറ ടീച്ചറുണ്ട്, റംല ടീച്ചറുണ്ട്, മജീദ് മാഷുകളെ ഭാര്യയുണ്ട്. ഇവിടെ വന്നതിൽ ഏറ്റവും നല്ലൊരു ടീച്ചറായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പേരൊക്കെ അറിയണത്. നല്ല ഉഷാറിൽ പോകുമായിരുന്നു. നാട്ടുകാരൊക്കെ സഹകരിച്ച്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നേരത്തെ തീരുമാനിച്ചതാവൂലേ ഇങ്ങനെ ഒരു യാത്ര പോകാൻ? ഈ തീരുമാനമൊന്നും നമുക്കറിയില്ല. ഇത് ടീച്ചേഴ്സ് മാത്രമല്ലേ, പുറത്തുള്ള ആരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും നമുക്ക് വലിയ പിടുത്തമില്ല. ഒരു 3 മണി ടൈമിലാണ് പോയിക്കണത്. 16 ആളുണ്ട് എന്നാണ് പറയണത്. പുലർച്ചെ 3 മണിക്കാണോ പോയതായിരുന്നു. എങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ വാൽപ്പാറ പോയി തിരിച്ചു വരാനാണ്. അതെ, വാൽപ്പാറ പോയിട്ട് തിരിച്ചു വരാൻ. അപ്പോൾ ഒരു 4 മണി ടൈമിലൊക്കെ പോലെ സ്റ്റാറ്റസ് കണ്ടിരുന്നു കുട്ടികൾ വീട്ടിൽ. പിന്നെ അത് പുലർച്ചെ 4 മണിക്ക് ഇറങ്ങുന്ന സ്റ്റാറ്റസ്. അത് ഒരു വൈകുന്നേരത്തൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തതൊക്കെ കണ്ടിട്ടില്ല. പിന്നെ അതിന് ശേഷമാണ് 5 മണിക്ക് എപ്പോഴാണ് ഇതിൻ്റെ ടൈം. വണ്ടി എവിടെയുള്ള വണ്ടി, ആരുടെ വണ്ടി ഇവിടെ അടുത്തുള്ളതല്ല, ഇവിടെ കുറച്ച് ദൂരത്തുള്ള വണ്ടി ഏതാണെന്ന് നമുക്കൊരു പിടുത്തമില്ല. ഇവിടെയുള്ള സ്കൂൾ വണ്ടിയാണ്. നമുക്ക് കുറേ കാലമായിട്ട് അറിയുന്ന പ്രിയപ്പെട്ടവരായിരുന്നു അല്ലേ? നല്ല ടീച്ചർമാർ, മാഷന്മാരൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല ബന്ധമുള്ള. അപ്പം എൻ്റെ മോനെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ദിവസം മുന്നേ ടീച്ചർ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാണ്. സ്കൂളിൻ്റെ നവീകരണമൊക്കെ അടുത്താണ് കഴിഞ്ഞു വന്നു അല്ലേ? നമ്മൾ ഈ പരിസരത്തുള്ള 10-200 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അതെ, ഒരു 100 ചില കുട്ടികളുണ്ട്. അധ്യാപകരൊക്കെ കുറേ കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നവരാണോ? അതെ, ടീച്ചർ വന്നിട്ട് ഒരു 3 വർഷമായിട്ടുള്ളൂ. എന്നാലും ഒരു 10 കൊല്ലത്തെ ഒരു ഇതാണ് നമുക്ക് ടീച്ചറായിട്ട്. എല്ലാവരും നല്ല ബന്ധത്തിലാണ്.